നമസ്കാരം, എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 6ാം ക്ലാസ്സിലെ സംസ്കൃതത്തിലെ ഫസ്റ്റ് ചാപ്റ്ററായ മാമകദേശ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പം നമുക്ക് നോക്കാം. ഭാരതദേശോ മാമകദേശ സുന്ദരദേശോയം പുണ്യപുരാതന സംസ്കൃതിധാര പ്രവഹത്യനവരതം. ഭാരതദേശോ മാമകദേശ. അപ്പം മാമകദേശം എന്ന് വെച്ചാൽ മാമകം മമ ദേശ, എൻ്റെ ദേശം. ഭാരതദേശം എന്ന് പറയുന്നത് എൻ്റെ ദേശം ഭാരതദേശമാണ്. സുന്ദരദേശോയം, അയം ദേശ സുന്ദരദേശ. ഭാരതദേശം എന്ന് പറയുന്നത് എൻ്റെ ദേശമാണത്, സുന്ദരദേശമാണ്. എന്താണ് ഭാരതദേശോ മാമകദേശ സുന്ദരദേശോയം, മാമകദേശ സുന്ദരദേശോയം ഭാരതദേശ. ഇവിടുത്തെ സംസ്കൃതി വെച്ചാൽ സംസ്കാരം എങ്ങനെയുള്ളതാണ്? പുണ്യപുരാതനമായിട്ടുള്ള സംസ്കൃതിയാണ്. പ്രവഹത്യനവരതം, അത് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു, നിർത്താതെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റാൻസ് നോക്കാം. സ്നേഹത്യാഗഃ ശൗര്യം ധർമ്മോ ദാനം ഭൂതദയാ ഭാരതദേശോ ജീവനവിജയേ ഏതേ ഹ്യാധാരഃ. സ്നേഹഃ, ത്യാഗഃ, ശൗര്യം, ധർമ്മഃ, ദാനം, ഭൂതദയ. എന്തൊക്കെയാണ്? സ്നേഹം, ത്യാഗം എന്ന് വെച്ചാൽ എന്താ? സ്നേഹം എന്ന് വെച്ചാൽ നമുക്കറിയാം സ്നേഹം. ത്യാഗം എന്ന് വെച്ചാൽ എന്താണ്? ത്യജിക്കുക, എന്തിനെങ്കിലും ത്യജിക്കുക. അപ്പം സ്നേഹം, ത്യാഗം, ശൗര്യം എന്ന് വെച്ചാൽ ശൂരൻ, വീരം, അതൊക്കെയാണ്. ധർമ്മം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ സ്വന്തം ധർമ്മം. ദാനം എന്ന് വെച്ചാൽ എന്തെങ്കിലും ദാനമായിട്ട് കൊടുക്കുക, അതായത് നമ്മൾ പ്രതിഫലമൊന്നും വിചാരിക്കാതെ നമ്മൾ ദാനം ചെയ്യുക. പിന്നോ ഭൂതദയ എന്ന് വെച്ചാൽ നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹമാണ് ഭൂതദയ എന്ന് പറയുന്നത്. ഭാരതദേശേ ജീവന വിജയേ, ഭാരതദേശത്തിലെ ജീവന വിജയത്തിന് ഏതേ ആധാര. ഇതൊക്കെയാണ് ആധാരം. എന്തൊക്കെ? ഭാരതദേശത്തിലെ ജീവനം എന്ന് വെച്ചാൽ ജീവിക്കുന്നതിൻ്റെ, ജീവിതങ്ങളുടെ വിജയത്തിന് നമ്മൾ ഇപ്പോൾ ഭാരതദേശത്തുള്ള നമ്മളുടെയൊക്കെ ജീവിത വിജയത്തിന് ആധാരം എന്താണെന്നാണ് പറയുന്നത്? ഈ സ്നേഹം, ത്യാഗം, ശൗര്യം, ധർമ്മം, ദാനം, ഭൂതദയ, ഇതൊക്കെയാണ് നമ്മുടെ ഭാരതത്തിലെ ജീവന വിജയത്തിന് ആധാരം എന്ന് പറയുന്നത്. അടുത്ത സെൻസ് നോക്കാം. ഭിന്നോ വേഷോ ഭിന്നാ ഭാഷ ഭിന്നം രൂപമപി തഥാപി സർവോ ഭാരതദേശേ നിവസത്യേകമന. ഭിന്നോ വേഷോ, ഭിന്നങ്ങളായിട്ടുള്ള വേഷം. ഭിന്നം എന്ന് വെച്ചാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷം. അതായത് നമ്മൾ മലയാളികൾ ഒരു വേഷം, അതുപോലെ തന്നെ പഞ്ചാബികളെ നോക്കിയാൽ അവരൊരു വേറൊരു വേഷം. അതുപോലെ നമ്മുടെ ഭാരതത്തിലെ എല്ലാവരും പല വേഷമാണ്. ഭിന്നോ ഭാഷ, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളാണ്. അതായത് ഹിന്ദി, തമിഴ്, നമ്മളിപ്പോൾ മലയാളം പറയുന്ന പോലെ പല ഭാഷകളുണ്ട് അല്ലേ. ഭിന്നോ രൂപമപി എന്ന് വെച്ചാൽ പലരും പല രൂപത്തിലായിരിക്കും, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള രൂപമാണ്. തഥാപി സർവോ ഭാരതദേശേ നിവസത്യേകമന. തഥാപി എങ്കിലും, സർവോ എല്ലാവരും, ഭാരതദേശത്തിലെ, നിവസത്യേകമന നിവസതി ഏക മനഃ, അതായത് എങ്കിലും എന്താണ്? ഭാരതദേശത്തിലെ എല്ലാവരും ഒരേ മനസ്സോടെ ജീവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.